നാടിനെ നടുക്കിയ വാളകം ആൾക്കൂട്ട കൊലപാതകത്തിൽ പ്രതികൾ 10 പേരിൽ ഒതുങ്ങില്ല. അശോക് ദാസിനെ കെട്ടിയിട്ട് മർദ്ദിച്ചവരെ ഇനിയും പിടികൂടാനുണ്ട്. 2 പേരെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പോലീസ് ലഭിച്ചിരിക്കുന്നത്. മർദ്ദന ദൃശ്യങ്ങൾ അറസ്റ്റിലായ പ്രതികളും നാട്ടുകാരും മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. അശോക് ദാസ് മരിച്ചതോടെ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തു. ഇവ വീണ്ടെടുത്ത് കൂടുതൽ പ്രതികളെ കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം. പോസ്റ്റിൽ കെട്ടിയിട്ട് തല്ലിയതിനു പുറമെ മറ്റ് 2 വെച്ചും അശോകിന് ക്രൂരമായ മർദ്ദനം ഏറ്റിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവ സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അശോക് ദാസിന്റെ സുഹൃത്തുക്കളായ യുവതികളുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ കാണാനാണ് അശോക് ദാസ് എത്തിയത്. തങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് അശോകിന് മർദ്ദനമുണ്ടായതെന്നാണ് ഇവരുടെ മൊഴി. പോൾ കുറച്ച് തൊട്ടടുത്തുള്ള അയൽവാസി പിന്നെ ബാക്കി കുറച്ച് ലോക്കൽ നാട്ടുകാർ ഈ പുള്ളിക്ക് തടഞ്ഞ് നിർത്തിയിരുന്നു. അതിനുശേഷം കുറച്ച് ബലമുണ്ടാക്കിയിട്ട് അവിടെ കുറച്ച് എലിഗേഷൻസ് ഉണ്ടായിരുന്നു. അശോക് ദാസ് മദ്യലഹരിയിലായിരുന്നുവെന്നും രക്തം വാർന്ന നിലയിലാണ് വീടിന് പുറത്തു വന്നതെന്നുമാണ് നാട്ടുകാരുടെയും പ്രതികളുടെയും വാദം. അരുണാചൽ പ്രദേശിൽ നിന്ന് അശോകിന്റെ സഹോദരൻ മൂവാറ്റുപുഴയിലേക്ക് എത്തുന്നുണ്ട്. ബന്ധുക്കൾ എത്തിയ ശേഷം മൃതദേഹം വിട്ടു നൽകുമെന്ന് പോലീസ് അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.